ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദി ക്രാഫ്റ്റി ബി. ക്രോഷ്യ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബേസിക് ടൂൾസും പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഏതൊരു ബിഗിനേഴ്സിനും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്രോഷ്യ പ്രൊജക്ട്സുമാണ് ഇന്നത്തെ വീഡിയോ. ഇത്ര ഐറ്റംസും പിന്നെ കുറച്ച് പേഷ്യൻസും ഉണ്ടെങ്കിൽ ആർക്കും ക്രോഷ്യ ഈസി ആയിട്ട് പഠിക്കാം. റീസെൻ്റ്ലി ഞാൻ പർച്ചേസ് ചെയ്ത യാൺസാണിത്. ആക്ച്വലി യാൺസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, ആക്രിലിക്, കോട്ടൺ, വൂൾ എന്നിങ്ങനെ. ഒരു ബിഗിനറിന് ബേസിക്സ് എല്ലാം പഠിക്കാൻ ആക്രിലിക് യാണാണ് എനിക്ക് കുറച്ചുകൂടി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത്. ഇതൊരു ആക്രിലിക് യാണാണ്. നമ്മുടെ ക്രോഷ്യ പ്രൊജക്ട്സിനനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള യാൺസ് നമുക്ക് യൂസ് ചെയ്യാം. യാണിൻ്റെ രണ്ട് സൈഡിൽ ഏതിൽ നിന്ന് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഡബിൾ ലെയേഴ്സൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ രണ്ടും ഒരുമിച്ച് കീപ്പ് ചെയ്ത് ഉപയോഗിക്കാം. ഇതാണ് ക്രോഷ്യ പ്രൊജക്ട്സിലെ ഒരു മെയിൻ ടൂൾ, ഹുക്ക്. 4mm ഉള്ള ഹുക്സാണ് ബിഗിനേഴ്സ് ക്രോഷ്യ പഠിച്ചൊക്കെ തുടങ്ങുമ്പോൾ ഏറ്റവും ബെറ്റർ. ഇതുപോലെ പല സൈസിലുള്ള ഹുക്സും സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്. ഓരോ ബോക്സിനും നമ്മൾ ഡിഫറെൻറ്റ് ഹുക്ക് സൈസാണ് യൂസ് ചെയ്യുക. ഞാൻ വാങ്ങിയ സെറ്റിൽ 2mm മുതൽ 10mm വരെയുള്ള ഹുക്സ് ഉണ്ട്. ഇനി ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സൈസ് മാത്രം മതിയെങ്കിൽ അങ്ങനെ നമുക്ക് സ്റ്റോഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു സിസർ എന്തിനാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നമ്മൾ വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ യാണ് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലുള്ള സിസറും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ത്രെഡ് ക്ലീനിങ് സിസർ, എംബ്രോയിഡറി സിസർ എന്നല്ല ഇതിനെ പറയും. ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ടൂളാണ് സ്റ്റിച്ച് മാർക്കർ. നമ്മുടെ ക്രോഷ്യ ചെയ്യുമ്പോൾ സ്റ്റിച്ചസ് ഒക്കെ മാർക്ക് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. പല കളേഴ്സിലും ഇത് അവൈലബിൾ ആണ്. ഈ ഒരു നീഡിൽ നമ്മുടെ ക്രോഷ്യ പ്രൊജക്ട്സിൻ്റെ എൻഡ് സെക്യൂർ ആയിട്ട് കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഗ്ലൂവും നമ്മുടെ വർക്ക്സ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. UHU ഗ്ലൂ ഒക്കെ പോലെ വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പറ്റും. നൗ ലെറ്റ്സ് സീ what I crocheted in last few months. ഈ ഒരു ഫ്ലേവറാണ് എൻ്റെ ഫസ്റ്റ് പരീക്ഷണം. ലുക്ക്, ഇറ്റ്സ് കംപ്ലീറ്റ്ലി സക്സസ്. ദെൻ ഈ ഒരു റോസ് ഫ്ലവർ ചെയ്തു, അതും സക്സസ് ആയപ്പോൾ ആവേശം കൂടി. ലുക്ക് വാട്ട് ഐ crocheted, a bag using granny square. Now I'll show you my other crochet works. ഞാൻ പർച്ചേസ് ചെയ്ത യാണിൻ്റെയോ ടൂൾസിൻ്റെയോ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എൻ്റെ ക്രോഷ്യ പ്രൊജക്ട്സ് ഇഷ്ടമായ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ.